ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിന്റെ പേരാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മരങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിൽ എന്തിനായി ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് അറിയാമോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ പറഞ്ഞു തരാട്ടോ. ഈ മരങ്ങളുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിശാലികളാണ്. അവർ ഈ ഫ്രൂട്ട്സ് കാട്ടി എല്ലാവരെയും ആകർഷിക്കും. നമ്മൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും അവ ഭക്ഷിക്കും. എന്നിട്ട് അവയുടെ കുരു കളയും. ആ കുരു അവിടെ കിടന്ന് കിളുത്ത് മുളച്ച് പുതിയ മരമായി മാറും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മരങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണല്ലേ. നമ്മുടെ ഹെൽപ്പിന് അവർ തരുന്ന ഗിഫ്റ്റാണ് അവയുടെ മധുരമുള്ള പഴങ്ങൾ. അപ്പൊ നിങ്ങളും ഇനി അങ്ങനെ ചെയ്യുവോ? ഫ്രൂട്ട്സ് അഥവാ പഴം എന്നാൽ സാധാരണയായി മധുരമോ പുളിയോ ഉള്ളതാണ്. അതിൽ വിത്തുകളോ ഫ്രൂട്ട്സിനകത്താണ് സാധാരണയായി കാണുക. എന്നാൽ സ്ട്രോബെറി പോലെയുള്ളവയുടെ വിത്തുകൾ ഫ്രൂട്ട്സിന് പുറത്തും കാണാറുണ്ട്. നമുക്ക് ഏതൊക്കെയാ ഫ്രൂട്ട്സ് എന്ന് നോക്കാം. മാംഗോ, മാങ്ങ. പഴവർഗ്ഗങ്ങളുടെ രാജാവാണ് മാങ്ങ. മാങ്ങകളുടെ രാജാവ് അൽഫോൺസ് മാംഗോ. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. മാങ്ങ ഉണ്ടാകുന്നത് എവിടെയാണ്? ആ മരത്തിന്റെ പേരെന്താണ്? മാവ് അല്ലേ? കൂട്ടുകാരുടെ വീട്ടിൽ മാവുണ്ടോ? എല്ലാ കൂട്ടുകാരും തന്നെ മാവ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ആപ്പിൾ. തണുപ്പേറിയ പ്രദേശങ്ങളിലാണ് ആപ്പിൾ കൂടുതലായി ഉണ്ടാകുന്നത്. ഇതൊരു മരത്തിലാണേ ഉണ്ടാകുന്നത്, ആപ്പിൾ മരത്തിൽ. ഒരുപാട് തരത്തിലുള്ള ആപ്പിളുകൾ ഉണ്ട്. 2 നിറങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. ഒന്ന് റെഡും മറ്റൊന്ന് ഗ്രീനും. ഓറഞ്ച്. ഇതിന്റെ കളറും പേരും ഒന്ന് തന്നെയാണ്. ഇതും തണുപ്പുള്ള സ്ഥലങ്ങളിൽ നന്നായി വളരുന്ന ഒരു മരമാണേ. പഴുക്കാത്തപ്പോൾ ഗ്രീൻ കളറും പഴുക്കുമ്പോൾ നല്ല ഓറഞ്ച് കളറുമാണിതിന്. പുളിയുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഓറഞ്ച്. ഗ്രേപ്സ് അഥവാ മുന്തിരി. മുന്തിരി ഉണ്ടാകുന്നത് ഒരു വള്ളിയിലാണ്. മുന്തിരി വള്ളികൾ 2 കളറിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്, വയലറ്റും ഗ്രീനും. ഇതും ഒരു പുളി കൂടിയുള്ള ഫ്രൂട്ടാണ്. ജാക്ക് ഫ്രൂട്ട്, ചക്ക. നമ്മൾ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണിത്. മിക്ക വീടുകളിലും ഉണ്ട് ഇത്. പ്ലാവ് എന്ന മരത്തിലാണ് ചക്ക ഉണ്ടാവുന്നത്. ഈ ജാക്ക് ഫ്രൂട്ടിനെ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ദുരിയൻ. നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി. നിറയെ മുള്ളുകളുള്ള ഒരു ഫ്രൂട്ടാണിത്. ഒരു മരത്തിലാണ് ഇവ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇത് കാണാറില്ല. എന്നാലും ഉണ്ട് കേട്ടോ. നഴ്സറികളിലും ചില സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. കസ്റ്റാർഡ് ആപ്പിൾ. ഇത് നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ സീതമുന്തിരി എന്നൊക്കെ പറയും. നല്ല മധുരമാണിത്. പഞ്ചാരപ്പഴം എന്നും പറയാറുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടോ? പോമോഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതളം. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഈ ഫ്രൂട്ട്. ഇതിന് വളരെ ഔഷധ ഗുണമുണ്ടേ. ധാരാളം ബ്ലഡ് ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ ധാരാളം മാതളം കഴിക്കണേ. മാംഗോസ്റ്റിൻ. നമ്മുടെ കുടംപുളി അറിയാമോ? കുടംപുളി പോലെ ഇരിക്കും, പക്ഷേ ഇതിന് നല്ല മധുരമാണ്. സാധാരണയായി നമ്മുടെ വീടുകളിലൊന്നും കാണാറില്ല, എന്നാലും ചില വീടുകളിലൊക്കെ ഉണ്ട്. നമുക്ക് കടകളിൽ നിന്ന് ഈ ഫ്രൂട്ട് ധാരാളമായി ലഭിക്കുകയും ചെയ്യും. കിവി. കിവി നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഫ്രൂട്ട് അല്ല കേട്ടോ. അവൻ വിദേശത്ത് നിന്നാണ് കൂടുതലായി വരാറുള്ളത്. നല്ല ഗ്രീൻ കളറാണ് ഇതിന്. പുറത്ത് ഒരു തവിട്ട് നിറവും. ഗ്രീൻ കളറാണെങ്കിലും ഇത് മുറിച്ച് കഴിയുമ്പോൾ അതിന്റെ കുരു ഒരു ബ്ലാക്ക് കളറാണ്. അതെല്ലാം കൂടി കാണാൻ നല്ല ഭംഗിയാണ്. പ്ലം. ആപ്പിളിന്റെ ഒരു ചെറിയ രൂപം പോലെ ഇരിക്കും ഇത്. ആപ്പിൾ അല്ല കേട്ടോ, ആപ്പിളിന്റെ രുചിയുമല്ല.
നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണിത്. ഇതും കൂടുതൽ വിദേശ നാടുകളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തപ്പെടാറുള്ളത്. അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. ഇതിൽ ധാരാളം നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഒരു ബട്ടറിന്റെ രുചിയുള്ളത് കൊണ്ടാണ് അവയ്ക്ക് ആ പേര് കിട്ടിയത്. വെണ്ണപ്പഴം അങ്ങനെയും പറയാറുണ്ട്. നല്ല ഔഷധ ഗുണമുള്ള ഇവ നിങ്ങൾ ധാരാളം കഴിക്കണേ. പിയർ ഒരു വിദേശിയാണ്. അവ കൂടുതലായി പുറം നാട്ടിൽ നിന്നാണ് വരുന്നത്. നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണിത്. നാരങ്ങ, ലെമൺ. ലൈം ജ്യൂസ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? കുടിക്കാറുണ്ടോ? നാരകം എന്നാണ് ഇതിന്റെ ചെടിക്ക് പറയുന്നത്. ഇതൊരു കുറ്റിച്ചെടിയാണ്. മരമായും കാണാറുണ്ടേ. പീച്ച്, ഒരു ലൈറ്റ് ഓറഞ്ച് കളറോട് കൂടിയ ഈ ഫ്രൂട്ട് ഒരു വിദേശിയാണേ. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇത് കാണാറില്ല. ഒരു മരത്തിലാണ് ഇവ ഉണ്ടാവുന്നത്. പുറം രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുകയാണ് സാധാരണയായി ചെയ്യുക. ഡ്രാഗൺ ഫ്രൂട്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലേ ഇത്. കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിൽ പെട്ടതാണ് ഇതിന്റെ ചെടി. ഈ ഒരു ഫ്രൂട്ടിന്റെ പുറംതൊലി ഡ്രാഗൺസിൻ്റെത് പോലെയാണത്രേ. അതാണ് ആ പേര് വന്നത്. പൈനാപ്പിൾ, കൈതച്ചക്ക. ഒരു കടങ്കഥ ചോദിക്കട്ടെ നിങ്ങളോട്. ചെടിയിന്മേൽ കായ്, കായിന്മേൽ ചെടി. എന്താണ്? അതെ, പൈനാപ്പിൾ ആണ്. ഒരു കുറ്റിച്ചെടിയാണിവ. ഇതിൽ കായുണ്ടാകും. ആ കായുടെ പുറത്ത് വീണ്ടും ഒരു ചെടി കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ബനാന അല്ലെങ്കിൽ വാഴപ്പഴം. പലതരത്തിലുള്ള വാഴപ്പഴമുണ്ട്. ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. വാഴച്ചെടിയിലാണ് ഇതുണ്ടാകുന്നത്. ഈ വാഴച്ചെടിയെ ഏറ്റവും വലിയ ഔഷധി എന്നാണ് അറിയപ്പെടുക. ബ്ലൂബെറി, ഇത് കടുത്ത നീല കളറുള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണാറില്ല. പുറം രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ് പതിവ്. ഒരു കുറ്റിച്ചെടിയിലാണ് ഇവ ഉണ്ടാവുന്നത്. പപ്പായ, കപ്പങ്ങ, കപ്പളം, ഓമയ്ക്ക എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. അധികം ശാഖകളൊന്നും തന്നെ ഇല്ലാതെ ഒരു പാവം മരമാണിത്. റാസ്ബെറി, ഇതും ഒരു വിദേശ ഫ്രൂട്ടാണ്. ഇത് കഴിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ നാവിൽ നല്ല റെഡ് കളറായി പിടിക്കുന്നു. നല്ല രസമാണേ നമ്മുടെ നാവ് കാണാൻ ആ സമയത്ത്. അതുപോലെ തന്നെ ബ്ലാക്ക്ബെറിയും ഉണ്ട്. ബ്ലാക്ക്ബെറിക്ക് ബ്ലാക്ക് കളറാണ്. നല്ല മധുരമാണിത് കഴിക്കാൻ. വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ, ഒരു വള്ളിയിൽ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഇതിൽ വെള്ളം അല്ലെങ്കിൽ തണ്ണി അഥവാ വാട്ടർ, അതിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാവണം ഇതിനാ പേര് വന്നത്. ഗുവാവ, പേരക്ക. മിക്കവരുടെയും വീട്ടിൽ പേരമരം ഉണ്ടല്ലേ. പേരയ്ക്ക കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രൂട്ടാണല്ലേ പേരയ്ക്ക. സ്ട്രോബെറി, ചെറിയൊരു പുളിയോട് കൂടിയ ഒരു ഫ്രൂട്ടാണിത്. തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുക. ഒരു കുറ്റിച്ചെടിയാണേ ഇവ. അതിൽ നിറയെ കായ്കളുണ്ടാവും. കോക്കനട്ട്, തേങ്ങ. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ കേരവൃക്ഷങ്ങളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറയെ തെങ്ങുള്ളത് കൊണ്ടാണ്. തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ്. അതായത് തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾക്ക് ഉപയോഗിക്കാം. നമ്മൾ കഴിക്കുന്ന എണ്ണയില്ലേ, കോക്കനട്ട് ഓയിൽ, അത് തേങ്ങയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു തരാനുണ്ട് കേട്ടോ. വേറൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഇനിയും ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.